എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ആങ്സൈറ്റിയിലും പാനിക് അറ്റാക്കിലും പാനിക് ഡിസോർഡറിലും ബ്രീത്തിങ് ചെയ്യണം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. അതായത് ആങ്സൈറ്റി അറ്റാക്ക് വരുമ്പോൾ പാനിക് ഡിസോർഡർ അല്ലെങ്കിൽ പാനിക് അറ്റാക്ക് വരുമ്പോൾ പാനിക് ഡിസോർഡറിൽ ആങ്സൈറ്റി അറ്റാക്ക് വരുമ്പോൾ സാധാരണഗതിയിൽ എല്ലാവരും പറയാറുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഡീപ്പായി ബ്രീത്ത് ചെയ്യുക എന്നുള്ളത്. എന്തുകൊണ്ടാണ് ഈ ഡീപ്പായി ബ്രീത്ത് ചെയ്യേണ്ടത് എന്നുള്ളതും എങ്ങനെയാണ് ബ്രീത്തിങ് ചെയ്യേണ്ടത് എന്നുള്ളതുമാണ് ഈ വീഡിയോയുടെ വിഷയം. ഈ വീഡിയോ മുഴുവനായും കാണാൻ മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ എഴുതുക, ഞാൻ മറുപടി നൽകാം. സാധാരണഗതിയിൽ ആങ്സൈറ്റി വരുമ്പോൾ നമ്മുടെ ബ്രീത്തിങ് എപ്പോഴും ഡിസ്റ്റർബ്ഡ് ആവാനുള്ള സാധ്യതകളുണ്ട്. ഡിസ്റ്റർബ് ആവുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണഗതിയിൽ നമ്മൾ ഹെവി ആയിട്ട് ബ്രീത്ത് ചെയ്യും. ഇൻഹലേഷൻ, അതായത് കൂടുതൽ അകത്തേക്ക് വലിക്കുകയും കുറച്ച് മാത്രം പുറത്തേക്ക് വിടുകയും, കൂടുതൽ അകത്തേക്ക് വലിക്കുകയും കുറച്ച് മാത്രം പുറത്തേക്ക് വിടുകയും ചെയ്യുന്നൊരു സാഹചര്യം. അതല്ലെങ്കിൽ നേരെ തിരിച്ച് സംഭവിക്കാം, കുറച്ച് അകത്തേക്ക് വലിക്കുകയും കൂടുതൽ പുറത്തേക്ക് വിടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവാം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് ഓക്സിജൻ ബാലൻസ് അവിടെ അവതാളത്തിലാകുന്നു. ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഓക്സിജൻ ബാലൻസ് അവതാളത്തിലാകുമ്പോൾ അതിനെ നമ്മൾ ഹൈപ്പർ വെന്റിലേഷൻ എന്നാണ് വിളിക്കാറ്. അതായത് ഹൈപ്പർ വെന്റിലേഷൻ എന്ന് പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് ശരീരത്തിൽ ഒരുപാട് കുറയുന്ന ഒരവസ്ഥ വരും. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് ശരീരത്തിൽ കുറയുന്ന ഒരവസ്ഥ. അങ്ങനെ വരുമ്പോഴാണ് സാധാരണഗതിയിൽ നമുക്ക് തല കറങ്ങുന്ന പോലെ അല്ലെങ്കിൽ വീഴാൻ പോകുന്ന പോലെ തോന്നുകയും കൈകാലുകളിൽ തരിപ്പ് അതല്ലെങ്കിൽ നംബ്നെസ് അനുഭവപ്പെടുന്ന പോലെ തോന്നുകയും ശ്വാസം മുട്ടുന്നത് പോലെയുള്ള സാഹചര്യം ഉണ്ടാവുകയും എല്ലാം ചെയ്യുന്നത്. ഇതിനെ ഹൈപ്പർ വെന്റിലേഷൻ എന്ന് പറയാം. ഈ ഹൈപ്പർ വെന്റിലേഷൻ കാരണം ആ സമയത്ത് ആങ്സൈറ്റി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ആങ്സൈറ്റി അറ്റാക്ക് ഉണ്ടായ പാനിക് അറ്റാക്ക് ഉണ്ടായ ഏത് വ്യക്തിയും സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ബ്രീത്തിങ്ങിൽ ഇംബാലൻസ് കൊണ്ടുവരും. കാരണം പേടിച്ചരേണ്ട അവസ്ഥയാണ്. ഈ പേടിച്ചരേണ്ട അവസ്ഥയിൽ എങ്ങനെ ബ്രീത്ത് ചെയ്യണം എന്ന് നമ്മുടെ മനസ്സിനെ പഠിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇത് ഓട്ടോമാറ്റിക്കായി നമ്മുടെ ശരീരം കാണിക്കുന്ന ഒരു റിയാക്ഷനായി അതിനെ കണ്ടാൽ മതി. പക്ഷേ ആങ്സൈറ്റി വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം അത് ആങ്സൈറ്റി ആണ്. എന്തുകൊണ്ട് ആങ്സൈറ്റി വരുന്നു? ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റിയാക്ഷൻ ആണ്. ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റിയാക്ഷൻ എന്തുകൊണ്ട് വരുന്നു? നമ്മുടെ മനസ്സിൽ എന്തോ പേടിപ്പിക്കുന്ന ഒന്ന് വരാൻ പോകുന്നു എന്നുള്ള ചിന്ത വരുമ്പോഴാണ് നമുക്ക് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിൻഡ്രോം വരുന്നത്. ഈ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് ഒന്നുകിൽ ഓടുക അതല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യുക, വരുന്ന അപകടത്തെ നമ്മൾ നേരിടുക. ഇത് രണ്ടിനായാലും നമ്മുടെ ശരീരം പ്രിപ്പയർഡ് ആവണം. ഈ പ്രിപ്പറേഷനാണ് നമ്മൾ ഈ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മെക്കാനിസം എന്ന് പറയുന്നത്. ഈ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മെക്കാനിസത്തിൻ്റെ ഒരു രൂപമാണ് ഈ ആങ്സൈറ്റി. അത് തന്നെയാണ് ആങ്സൈറ്റി. അങ്ങനെ വരുമ്പോൾ ഈ ആങ്സൈറ്റി ഒന്നുകിൽ ഫൈറ്റ് ചെയ്യണം അതല്ലെങ്കിൽ രക്ഷപ്പെടണം എന്നുള്ള അവസ്ഥ വരുമ്പോൾ സ്വാഭാവികമായും നമ്മൾ എന്ത് ചെയ്യണം, ഓടണം അതല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യണം എന്നുള്ള കൃത്യമായ അവസ്ഥയായതുകൊണ്ട് സ്വാഭാവികമായും നമ്മൾ മറ്റൊന്നും ശ്രദ്ധിക്കില്ല, നമ്മുടെ ബ്രീത്തിങ്ങിലൊന്നും ശ്രദ്ധിക്കാൻ കഴിയുകയില്ല. അങ്ങനെ വരുമ്പോഴാണ് ഈ ബ്രീത്തിങ് കൂടുതൽ ഫാസ്റ്റായി പോകുന്നതും അങ്ങനെ സംഭവിക്കുന്നത് കൊണ്ട് ഈ ഹൈപ്പർ വെന്റിലേഷൻ സംഭവിക്കുകയും ചെയ്യുന്നത്. ഇത് നമ്മുടെ കൺട്രോളിലാണോ? ശരിക്കുമുള്ള ഡേഞ്ചർ വരുമ്പോൾ നമ്മുടെ കൺട്രോളിലല്ല. കാരണം ബോഡി ടേക്ക് ഓവർ ചെയ്യും, നമ്മൾ ഒന്നുകിൽ ഓടും അതല്ലെങ്കിൽ അവിടെ ഫൈറ്റ് ചെയ്യും. പക്ഷേ ആങ്സൈറ്റി എന്ന് പറയുന്നത് ശരിക്കും ഒരു പ്രശ്നം ഇല്ലാത്തപ്പോൾ വരുന്നതാണ്. അതായത് നമ്മുടെ മുമ്പിൽ പേടിപ്പിക്കുന്നതായിട്ടുള്ള ഒന്നുമില്ല, പക്ഷേ നമ്മൾ എന്തോ പേടിപ്പിക്കുന്നതായി ഉണ്ട് എന്ന് കരുതി ഈ സിംറ്റംസ് ഉണ്ടാകുന്നു. അപ്പോൾ പ്രശ്നമൊന്നുമില്ല എന്ന് നമുക്കറിയാം, നമ്മുടെ മുമ്പിൽ പേടിക്കത്തക്കതായിട്ടുള്ള ഒന്നുമില്ല എന്നറിയാം. ഹെൽത്ത് ആങ്സൈറ്റി ഉള്ളവർക്ക് ശാരീരികമായും കുഴപ്പങ്ങളൊന്നുമില്ല എന്നറിയാം. എന്നിട്ടും ആങ്സൈറ്റി വരുന്നതെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാൻ ഈ ബ്രീത്തിങ്ങിനെ ഷാലോ ആക്കണം, ബ്രീത്തിങ്ങിനെ നോർമൽ ആക്കണം. അതിനുള്ള ബെസ്റ്റ് മെത്തേഡ്, ഏറ്റവും നല്ല ബ്രീത്തിങ് ടെക്നീക്ക് എന്താണ് എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ ഇപ്പോൾ പറയാൻ പോകുന്നത്. നമ്മൾ സാധാരണഗതിയിൽ ബെല്ലി ബ്രീത്തിങ് എന്ന് പറയാം. ബെല്ലി ബ്രീത്തിങ് എന്താണ്? നമ്മൾ ഒരു ഉദാഹരണത്തിന് നിങ്ങൾ തീരുമാനിക്കാം, എത്ര കൗണ്ട് വേണമെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കാം. ഉദാഹരണത്തിന് ഞാൻ പറയുകയാണ്, 4 സെക്കൻഡ് ഇൻഹെയിൽ ചെയ്യുക. അതായത് വയറിൽ കൈവച്ച്, നെഞ്ചിൽ കൈവച്ച്, ബെല്ലിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബെല്ലി ബ്രീത്തിങ് ചെയ്യുമ്പോൾ ചെസ്റ്റ്, അതായത് ലങ്സ് അല്ല ഫിൽ ചെയ്യേണ്ടത്, സ്റ്റൊമക്കാണ് എന്ന് പറയാം. ആക്ച്വലി സ്റ്റൊമക്കുമല്ല ഫിൽ ചെയ്യേണ്ടത്, നമ്മുടെ ലോവർ സൈഡ് ഓഫ് ലങ്സ് ആണ്, ലങ്സിൻ്റെ താഴ്ഭാഗമാണ് ഫില്ലാവുന്നത്. അങ്ങനെ വരുമ്പോൾ ഡയഫ്രം മുന്നോട്ട് തള്ളുന്നു. ആ ഡയഫ്രം മുന്നോട്ട് തള്ളുമ്പോൾ വയർ വീർക്കുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നെഞ്ചിലൊരു കൈ വയ്ക്കുക,
വയറിൽ ഒരു കൈ വയ്ക്കുക. എന്നിട്ട് 4 സെക്കൻഡിന് കൗണ്ട് ചെയ്ത് ഇൻഹെയിൽ ചെയ്യുക. 4 സെക്കൻഡ് കൗണ്ട് ചെയ്ത് ഇൻഹെയിൽ ചെയ്യുമ്പോൾ ചെസ്റ്റ് വികസിക്കാതെ വയർ വികസിപ്പിക്കുവാൻ ശ്രദ്ധിക്കുക. ഇതാണ് ഏറ്റവും പ്രധാനം. ചെസ്റ്റ് വികസിക്കാതെ വയർ വികസിപ്പിക്കുവാൻ ശ്രദ്ധിക്കുക. ഇൻഹെയിൽ ചെയ്യുമ്പോൾ വയർ വികസിപ്പിക്കുക 4 സെക്കൻഡ് നേരത്തേക്ക്. 2 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. അടുത്തത് മൂക്കിലൂടെ തന്നെ എക്സൈൽ ചെയ്യുമ്പോൾ 6 സെക്കൻഡ് എക്സൈൽ ചെയ്ത് വയർ ചുരുക്കുക. 2 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. വീണ്ടും 4 സെക്കൻഡ് മൂക്കിലൂടെ ഇൻഹെയിൽ ചെയ്യുമ്പോൾ വയർ വീർപ്പിക്കുക. 2 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. 6 സെക്കൻഡ് എക്സൈൽ ചെയ്യുമ്പോൾ വയർ പതിയെ ചുരുക്കുക. 2 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. ഈ സൈക്കിളാണ് നമ്മൾ അടുത്ത 4-5 മിനിറ്റ് നേരത്തേക്ക് ഫോക്കസ് ചെയ്ത് കണ്ടിന്യൂ ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ 1-2 മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ആങ്സൈറ്റി സിംറ്റംസ് എല്ലാം മാറും. ഒരു പക്ഷേ നിങ്ങൾക്ക് 4-2, 6-2 എന്നുള്ളത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ 3-2, 5-2 എന്ന് ചെയ്യാം. അതല്ലെങ്കിൽ 2-2, 4-2 എന്ന് ചെയ്യാം. നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാം. ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. ഇൻഹെയിൽ ചെയ്യുമ്പോൾ വയർ വീർപ്പിക്കുക. എക്സൈൽ ചെയ്യുമ്പോൾ വയർ ചുരുക്കുന്നതിനോടൊപ്പം തന്നെ ഇൻഹെയിൽ ചെയ്ത കൗണ്ടിൻ്റെ ഇരട്ടി എക്സൈൽ ചെയ്യുവാൻ ശ്രദ്ധിക്കുക. ഇത്രയും നിങ്ങൾ ചെയ്താൽ മതി. ഇങ്ങനെ ബ്രീത്ത് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഹൈപ്പർ വെന്റിലേഷൻ എന്ന് പറഞ്ഞ പ്രശ്നം ശരീരം ഓവർകം ചെയ്യുന്നു, റിലാക്സ്ഡ് ആവുന്നു. സ്വാഭാവികമായും പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിനെ ആക്ടിവേറ്റ് ചെയ്യുവാൻ ഡീപ്പ് ബ്രീത്തിങ്ങിന് കഴിവുണ്ട്. പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് ആങ്സൈറ്റി കുറയ്ക്കുവാനുള്ള ഒരു നെർവസ് സിസ്റ്റമാണ്. അത് ഓട്ടോമാറ്റിക്കലി ആങ്സൈറ്റി കുറയും. അതിന് പുറമെ ഈ ഹൈപ്പർ വെന്റിലേഷൻ എന്നുള്ളതിൻ്റെ സിംറ്റംസ് ഉണ്ടെങ്കിൽ, ബ്രീത്ത് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ അതും സംഭവിക്കുന്നത് കൊണ്ട് ഡിസിനസ്, അതായത് തലകറങ്ങുന്നത് പോലെയുള്ള തോന്നൽ, വീഴുന്നത് പോലെയുള്ള തോന്നൽ, കൈകാലുകളിൽ ടിംഗ്ലിംഗ്, അതേപോലെ തരിപ്പ്, നംബ്നെസ്, അങ്ങനെയുള്ള പ്രശ്നങ്ങളുമെല്ലാം മാറും. ഇതുകൊണ്ടാണ് നമുക്ക് ആങ്സൈറ്റി വരുമ്പോൾ ബ്രീത്ത് ചെയ്യണം എന്ന് പറയുന്നത്. ബ്രീത്ത് എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത്. ഈ വീഡിയോ മുഴുവനായി കണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതുക. ഞാൻ തീർച്ചയായും മറുപടി തരാം.